ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കോൺടാക്ട് ഫംഗിസൈഡും സിസ്റ്റമിക് ഫംഗിസൈഡും എങ്ങനെ എപ്പോൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. അപ്പം ഫംഗിസൈഡ് നമുക്കറിയാം ഫംഗൽ ഇഷ്യൂസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫംഗൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ റോസസിൻ്റെ അല്ലെങ്കിൽ എനി പ്ലാന്റ്സിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ മഞ്ഞിച്ച് വരിക, കൂടാതെ ബ്ലാക്ക് ഡോട്ട്സ് ഉണ്ടാവുക, ഇതിനെയാണ് നമ്മൾ ഫംഗൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പം ഇതിനൊരു പ്രതിവിധി എന്താണെങ്കിലും ഉണ്ടാവുമല്ലോ. യെസ്, ഫംഗിസൈഡാണ് നമ്മൾ സ്പ്രേ ചെയ്യേണ്ടത്. അപ്പം ഫംഗിസൈഡിൽ രണ്ട് രീതിയിലുള്ളതുണ്ട്. ഒന്ന് സിസ്റ്റമിക് ഫംഗിസൈഡും കോൺടാക്ട് ഫംഗിസൈഡും. അപ്പം രണ്ടും രണ്ട് ആവശ്യങ്ങൾക്കായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ആദ്യം റോസ് പ്ലാന്റ്സിൽ എപ്പോഴാണ് കോൺടാക്ട് ഫംഗിസൈഡ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നോക്കാവേ. അപ്പം എന്താണ് കോൺടാക്ട് ഫംഗിസൈഡ്? കോൺടാക്ട് ഫംഗിസൈഡ് ചെയ്യുന്നത് നമ്മളൊരു ചെടിയെ മൊത്തത്തിലൊരു പ്ലാസ്റ്റിക് കവർ ഇട്ട് മൂടുന്ന പോലെയാണ് കേട്ടോ. നമ്മൾ കോൺടാക്ട് ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ചെടിയുടെ തണ്ടിൻ്റെയും ഇലകളുടെയും മേളിലൊക്കെ ഉണ്ടല്ലോ, ഇതൊരു കവചം പോലെ പ്രവർത്തിക്കും. അപ്പം നമ്മൾ ചെയ്യുന്ന എന്താണ്, ഫംഗസ് അറ്റാക്ക് ചെയ്യുന്നതിൽ നിന്നും ചെടിയെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെപ്പോഴാണ് കൊടുക്കേണ്ടത്? പ്രത്യേകിച്ച് ഫംഗൽ ഇഷ്യൂസ് ഒന്നുമില്ല, പക്ഷെ നമുക്ക് ചെടിയെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മളിത് കൊടുക്കേണ്ടത് കേട്ടോ. കാരണം ഇത് ചെടിയുടെ ഉള്ളിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല, ജസ്റ്റ് ഒരു മേളിൽ മാത്രം ഒന്ന് കവർ ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സിസ്റ്റമിക് ഫംഗിസൈഡ് എന്താണെന്നുള്ളത് നോക്കാവേ. സിസ്റ്റമിക് ഫംഗിസൈഡ് നമ്മൾ കൊടുക്കേണ്ടത് ഓൾറെഡി ഇപ്പോൾ ഈ ചെടിയിൽ കാണുന്ന പോലെ നമുക്ക് ഫംഗൽ അറ്റാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഓക്കെ, അത് നല്ല രീതിയിൽ തന്നെ ഉണ്ട് എന്നാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും സിസ്റ്റമിക് ഫംഗിസൈഡ് തന്നെ കൊടുക്കണം. കാരണം ഇത് ചെടിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് അവിടെ നിന്ന് തന്നെ ഫംഗൽ ഇഷ്യൂസിനെ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഫംഗിസൈഡ് നമ്മൾ സ്പ്രേ ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ട കാര്യം, ഓൾറെഡി ഫംഗൽ അറ്റാക്ക് ബാധിച്ചിരിക്കുന്ന ഭാഗത്തെ ഉണ്ടല്ലോ ഇലകൾ, തണ്ടുകൾ, അതൊക്കെ നീക്കം ചെയ്യണം, കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ ചെടികളുടെ ഒന്നും അങ്ങനെ മാറ്റാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഷോൾഡർ പിന്നെ നെക്ക് നല്ല പെയിൻ ആണെന്നുള്ള കാര്യം. സോ എനിക്കതൊന്നും നിന്നിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായില്ല. അത് കാരണം കൊണ്ട് അത് അങ്ങനെ തന്നെ ഉണ്ട്. ബട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഉറപ്പായിട്ടും ആ എന്താണ് പറയുക, യെല്ലോ ലീവ്സും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇതിനകത്ത് ഞാനിപ്പോൾ സിസ്റ്റമിക് ഫംഗിസൈഡും അതുപോലെ തന്നെ കോൺടാക്ട് ഫംഗിസൈഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എൻ്റെ പ്ലാന്റ്സിന് കൊടുത്തിരിക്കുന്നത്. കാരണം എനിക്ക് വയ്യായ്ക്കുള്ളതുകൊണ്ട് അപ്പോൾ വന്നിട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് കേട്ടോ. സോ നമുക്കത് സിസ്റ്റമിക്കും കോൺടാക്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം. കാരണം വെച്ചാൽ രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അതുപോലുള്ള നല്ല അറിവുണ്ടെ മാത്രമേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇതിലുള്ള കെമിക്കൽസ് പലതും ഉണ്ടല്ലോ, രണ്ടും കൂടി ഒന്നിച്ച് യോജിപ്പിച്ച് ചെടികൾക്ക് കൊടുക്കാൻ പാടില്ലാത്തതാണ് കേട്ടോ. അപ്പം ഞാനിവിടെ കൊടുത്തിരിക്കുന്ന സേഫ് സൈഡാണ്. നിങ്ങൾക്ക് ആ ബ്രാൻഡ് വേണമെങ്കിൽ നോക്കിയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ, കുഴപ്പമില്ല. പക്ഷേ കൊടുക്കുമ്പം കോൺടാക്ട് ഫംഗിസൈഡ് 2 ഗ്രാം എടുക്കുമ്പോൾ സിസ്റ്റമിക് ഫംഗിസൈഡ് 1 ഗ്രാമേ എടുക്കാവുള്ളൂ ഫോർ 1 ലിറ്റർ കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞിരിക്കുന്നതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ്സ് വഴി എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ റോസ് വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയ റോസ് വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.